ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത് സൂര്യനെല്ലിയിലെ ആനയിറങ്കൽ ബേസ് ക്യാമ്പിലാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പാണിത്. സൂര്യനെല്ലിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ പുറകുവശം ഒരു കുന്നാണ് കേട്ടോ. ഇതിനടുത്താണ് നമ്മുടെ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. നാളത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിൻ്റാണ്. രാവിലെ 4:30 ഞങ്ങളെ പിക്ക് ചെയ്യാൻ ജീപ്പ് ഇവിടെ വരും. ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ ജീപ്പൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റും മലനിരകൾ കാണാവേ. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഈവനിങ് സൺസെറ്റ് കാണാം. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായത് കാരണം അത് ഞങ്ങൾക്ക് മിസ്സായി. ദേ ആ കാണുന്ന മല വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായ കാർഡമം ഹിൽസാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. രാത്രിയായാൽ ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗി ഇരട്ടിക്കും. അടിവാരത്തൊക്കെ ലൈറ്റ്സൊക്കെ തെളിയുമ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നക്ഷത്രങ്ങൾ എല്ലായിടവും തിളങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഇവിടെ 3 തരം കോട്ടേജസ് ആണ് വരുന്നത്. ഓരോന്നിനും ഓരോ റേറ്റാണ്. സ്റ്റാർട്ടിങ് വരുന്നത് 2400 രൂപ മുതലാണ്. സീസൺ അനുസരിച്ച് അത് മാറും. പിന്നെ ഓരോ കോട്ടേജസിന് മുന്നിലും ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ദേ ആ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ മുൻവശത്തുള്ള കാഴ്ചയാണിത്. ഈ കാഴ്ചകളും കണ്ട് ഇവിടുത്തെ തണുപ്പൊക്കെ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നത് വേറൊരു ഫീലാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് ഇവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവരുടെ സ്റ്റേക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈവനിങ് സൺസെറ്റും ബ്രേക്ക്ഫാസ്റ്റും ക്യാമ്പ് ഫയറുമാണ്. രാത്രിയിലേക്കുള്ള ഡിന്നർ നമ്മൾ തന്നെ കരുതണം. ഇവിടുത്തെ റേറ്റൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രീമിയം കോട്ടേജ്. അതിനുള്ളിലെ സൗകര്യങ്ങളാണിത്. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആണേ. ഇതിന് വരുന്ന റേറ്റ് 2400 രൂപയാണ്. ഇതാണ് സെക്കൻഡ് ടൈപ്പ് കോട്ടേജ്. ഇതിൻ്റെ റേറ്റ് മാറും കേട്ടോ. ഇവരുടെ സൈറ്റിൽ കയറിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റേറ്റിന് കിട്ടും. ഏതെങ്കിലും മീഡിയേറ്റർ വഴിയാണെങ്കിൽ ഈ റേറ്റ് കൂടും. ഇതാണ് മൂന്നാമത്തേത്. ഇതൊരു ടെൻറ്റ് മോഡലാണേ. പക്ഷേ എനിക്ക് ഈ മൂന്നിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. പിന്നെ രാത്രിയിൽ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ കാണാവേ. ഈ ചെടിയാണ് എല്ലാ കോട്ടേജസിൻ്റെ മുന്നിലും വച്ച് പിടിപ്പിച്ചേക്കുന്നത്. പൂക്കളുടെ റാണി എന്നറിയപ്പെടുന്ന തിബൗച്ചീന ഉർബില്ലിയാന എന്ന ചെടിയാണിത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കദളിച്ചെടി എന്ന് വിളിക്കും. പിന്നെ ദേ ഈ മലയാണ് നമ്മൾ നേരത്തെ കണ്ട കാർഡമം ഹിൽസ്. പിന്നെ അവിടെ കണ്ട കാഴ്ചകളാട്ടോ ഈ ഡ്രീം ക്യാച്ചറും കിളിക്കൂടുമൊക്കെ. ഈ ക്യാമ്പിന് തൊട്ട് താഴെയുള്ള അരിക്കൊമ്പൻ റിസോർട്ടാണ് ആ കാണുന്നത്. പിന്നെ ഇവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഇവിടെ കണ്ട വേറൊരാളാണ് ഈ ഇരിക്കുന്ന ഇരട്ടത്തലച്ചി എന്ന് നമ്മൾ വിളിക്കുന്ന റെഡ് വിസ്കേർഡ് ബുൾബുൾ. പിന്നെ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. ബാക്കി കൊളുക്കുമലയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.